ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് പത്തനംതിട്ട കോന്നിയിൽ യുവതി ആംബുലൻസിൽ പ്രസവിച്ചു. റാന്നി ചെല്ലക്കാട് സ്വദേശികളായ ദേവു കിരൺ ദമ്പതികൾക്കാണ് ഒരു ആൺകുഞ്ഞ് പിറന്നത്. റാന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോന്നി മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാ മധ്യയാണ് പ്രസവം. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകി. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ വഴിക്കാണ് ഈ സംഭവം നടന്നത്. അതായത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 100 മീറ്റർ ആകത്തേ ഉള്ളൂ. അതിനകത്ത് വെച്ച് പ്രസവിച്ച് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് വണ്ടി നിർത്തി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അങ്ങനെയാണ് നോക്കിയത്. ഡോക്ടർ ഉണ്ടായിരുന്നു, 2 നേഴ്സുമാരുണ്ടായിരുന്നു. റാന്നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അവരും വലിയ സഹകരണമൊക്കെ ആയിരുന്നു. അവരെ ഇതുകൊണ്ട് കൊച്ചിനും വൈഫിനും ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു. ശ്രീരാജിന്റെ വിവരങ്ങളുമായി. ശ്രീരാജ്, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നോ? എന്താണ് അവിടെ സംഭവിച്ചത്? സേതു, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് റാന്നി സ്വദേശിനിയായ ദേവുവിനെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിന്നീട് വേദന കടുത്തതോടെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. റാന്നി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യയുടെ സേവനം ലഭ്യമല്ലാത്തതിനാലായിരുന്നു കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഈ യുവതി പ്രസവിക്കുന്നത്. ഈ ആശുപത്രിയിലേക്കുള്ള വഴിയിൽ ആംബുലൻസിൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നും റാന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരടക്കം ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഡോക്ടർമാർ ഈ ആംബുലൻസ് നിർത്തി നോക്കുകയും യുവതി പ്രസവിച്ചതായി അറിയുകയും ചെയ്തു. എന്തായാലും അമ്മയും കുഞ്ഞും ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. ആൺകുഞ്ഞാണ്. പിന്നീട് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച് മറ്റ് വിദഗ്ധ ചികിത്സയെല്ലാം നൽകുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് ഈ യുവതിയെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ അനസ്തേഷ്യയുടെ സേവനം ലഭ്യമല്ലാത്തതിനാൽ ഡോക്ടർമാർ തന്നെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. സേതു. ഓക്കെ ശ്രീരാജ്, ശരി. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം.